Friends, all are welcome to Nehemiah Vlogs. Today I am discussed about English grammar. First topic is vowels, consonants and parts of speech. We can go to the topic. ഇംഗ്ലീഷ് ഭാഷയിൽ 26 അക്ഷരങ്ങളുണ്ട്. ഇവയിൽ 5 അക്ഷരങ്ങൾക്കും മാത്രമേ സ്വയമായി ഉച്ചാരണശേഷിയുള്ളൂ. അവയെ സ്വരങ്ങൾ എന്ന് പറയുന്നു. സ്വരങ്ങൾ എ, ഇ, ഐ, ഒ, യു. അർദ്ധസ്വരങ്ങൾ ഡബ്ല്യു, വൈ. ബാക്കി 19 അക്ഷരങ്ങൾ സ്വയം ഉച്ചാരണശേഷി ഇല്ലാത്തവയാണ്. അവയെ വ്യഞ്ജനങ്ങളെന്ന് പറയുന്നു. അക്ഷരങ്ങൾ ചേർന്ന് വാക്കുകളും, വാക്കുകൾ ചേർന്ന് വാക്യങ്ങളും, വാക്യങ്ങൾ ചേർന്ന് വാചകങ്ങളും ഉണ്ടാകുന്നു. ഭാഷയിലെ വാക്കുകളെ അവ ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ച് വിവിധ സമൂഹങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. അവയാണ് പാർട്സ് ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ ശബ്ദവിഭാഗങ്ങൾ. നൗൺ, വേർബ്, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, ആഡ്വേർബ്, പ്രിപോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജങ്ഷൻ, ആർട്ടിക്കിൾ എന്നിവയാണ് പാർട്സ് ഓഫ് സ്പീച്ച്. ചില വാക്കുകളെ രൂപഭേദം കൂടാതെ തന്നെ പല പാർട്സ് ഓഫ് സ്പീച്ച് ആയും ഉപയോഗിക്കാം. അതിനാൽ ഏതെങ്കിലും ഒരു വാക്കിൻ്റെ പാർട്സ് ഓഫ് സ്പീച്ച് നിർണ്ണയിക്കുന്നത് രൂപം കൊണ്ടല്ല, അർത്ഥം കൊണ്ടാണെന്ന് വിസ്മരിക്കരുത്. ഇതിനെ പറ്റിയുള്ള വിശദീകരണം വഴിയേ കാണാം. Go to next topic. Next topic is sentences. A group of words with a complete sense is called a sentences. പരിപൂർണമായ ഒരാശയം പ്രകടിപ്പിക്കുന്ന കുറച്ചു വാക്കുകളുടെ സമൂഹത്തെ ഒരു വാചകം എന്ന് പറയുന്നു. ഒരു വാചകത്തിൽ പ്രധാനമായും 3 ഭാഗങ്ങളുണ്ട്. അവയാണ് സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ് എന്നിവ. ഒബ്ജക്റ്റ് എല്ലാ വാചകങ്ങളിലും ഉണ്ടാകണമെന്നില്ല. പക്ഷേ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും കൂടാതെ ഒരു വാചകം ഉണ്ടാകുന്നതല്ല. എക്സാമ്പിൾ, ഐ വെൻറ്റ്, ഞാൻ പോയി. ഇതിൽ ഐ എന്ന വാക്ക് സബ്ജക്റ്റും വെൻറ്റ് എന്നത് പ്രെഡിക്കേറ്റും ആണ്. ഇതിൽ ഒബ്ജക്റ്റ് ഇല്ല. ഇംഗ്ലീഷ് ഭാഷയിലെ വാചകങ്ങളിൽ സബ്ജക്റ്റ് ആദ്യവും പ്രെഡിക്കേറ്റ് അതിനുശേഷവും ഒബ്ജക്റ്റ് അവസാനവുമാണ് വരാറ്. എക്സാമ്പിൾ, രാമ മെറ്റ് എ ബോയ്, രാമൻ ഒരു ആൺകുട്ടിയെ കണ്ടു. രാമ സബ്ജക്റ്റ്, മെറ്റ് പ്രെഡിക്കേറ്റ്, ബോയ് ഒബ്ജക്റ്റ്. എന്നാൽ ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ സബ്ജക്റ്റ് ആദ്യവും അതിനുശേഷം ഒബ്ജക്റ്റും അവസാനമായി പ്രെഡിക്കേറ്റും വരുന്നു. രാമൻ ഒരു ആൺകുട്ടിയെ കണ്ടുമുട്ടി. വാചകങ്ങളിലെ ഈ 3 വിഭാഗങ്ങൾക്കും പുറമെ ഓരോ വിഭാഗത്തെയും വിശേഷിപ്പിക്കുന്ന വാക്കുകളും അതിനോട് ചേർന്ന് വരുന്നു. ഇംഗ്ലീഷിൽ തന്നെ എംഫാസിസ് കാണിക്കുവാൻ ചിലപ്പോൾ സബ്ജക്റ്റ് അവസാനം എഴുതാറുണ്ട്. എക്സാമ്പിൾ, ഡൗൺ വെൻറ്റ് ദ ഷിപ്പ്, കപ്പൽ മുങ്ങുക തന്നെ ചെയ്തു. ദ ഷിപ്പ് വെൻറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ആ പ്രസ്താവനയ്ക്ക് ആദ്യത്തെ പ്രസ്താവനയെ പോലെ ശക്തിയില്ല. കൽപ്പനാവാചകങ്ങളിൽ സബ്ജക്റ്റ് അസ്പഷ്ടമായിരിക്കും. എക്സാമ്പിൾ, ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ്, ക്ലാസ്സിൽ നിന്നും പുറത്തു പോവുക. യഥാർത്ഥത്തിൽ ഇത് യു ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ് എന്നാണ്. പക്ഷേ സബ്ജക്റ്റ് ആയി യു അസ്പഷ്ടം ആകുന്നു. ദാറ്റ് ബ്ലാക്ക് ലീൻ കാറ്റ് കോട്ട് എ ബൾക്കി റാറ്റ് വെരി ഈസിലി, ആ കറുത്ത മെലിഞ്ഞ പൂച്ച ഒരു തടിച്ച എലിയെ വളരെ എളുപ്പം പിടിച്ചു. ഈ വാചകത്തിൽ ദാറ്റ്, ബ്ലാക്ക് എന്നീ വാക്കുകൾ കാറ്റ് എന്ന സബ്ജക്റ്റിനെയും വെരി ഈസിലി എന്നിവ കോട്ട് എന്ന പ്രെഡിക്കേറ്റിനെയും എ ബൾക്കി എന്നിവ റാറ്റ് എന്ന ഒബ്ജക്റ്റിനെയും വിശേഷിപ്പിക്കുന്നു. Next topic is different kinds of sentences. First one, assertive sentence. Sentences that simply makes a statement or assertion is called an assertive sentence. ഒരു പ്രസ്താവനയെ മാത്രം പ്രതിപാദിക്കുന്ന വാചകമാണ് പ്രസ്താവനാവാചകം. എക്സാമ്പിൾ, ഡെൻസ് ഫോറസ്റ്റ് ഗ്രോ ഇൻ ഇക്വേറ്റോറിയൽ റീജൻസ്, ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ഇരുളടഞ്ഞ വനങ്ങൾ വളരുന്നു. സെക്കൻഡ് വൺ ഈസ് ഇംപെറാറ്റീവ് സെൻറ്റൻസസ്. എ സെൻറ്റൻസ് ദാറ്റ് എക്സ്പ്രസ് എ കമാൻഡ് ഓർ റിക്വസ്റ്റ് ഈസ് കോൾഡ് ആൻ ഇംപെറാറ്റീവ് സെൻറ്റൻസ്. ആജ്ഞയോ അപേക്ഷയോ കാണിക്കുന്ന വാചകമാണ് അനുജ്ഞായക വാചകം. എക്സാമ്പിൾ, ഫസ്റ്റ് വൺ, റൈറ്റ് ഔട്ട് ദ വേർഡ്സ് 100 times, ആ വാക്ക് 100 പ്രാവശ്യം എഴുതുക. ദറ്റ് വാസ് an order. സെക്കൻഡ് വൺ, പ്ലീസ് ലെൻഡ് മീ യുവർ ഇയേഴ്സ്, ദയവ് ചെയ്ത് ശ്രദ്ധിച്ചാലും. ദറ്റ് വാസ് an റിക്വസ്റ്റ്. തേർഡ് കൈൻഡ് ഓഫ് sentence is interrogative sentence. A sentence that asks a question is an interrogative sentence. ചോദ്യം ചോദിക്കുന്ന വാചകമാണ് ചോദ്യവാചകം. എക്സാമ്പിൾ, ഹൂ ഈസ് ദ ഓഥർ ഓഫ് രാമായണ, ആരാണ് രാമായണത്തിൻ്റെ കർത്താവ്. ദറ്റ് വാസ് എ ക്വസ്റ്റ്യൻ. ഇത്തരം വാചകങ്ങളുടെ അവസാനം ചോദ്യചിഹ്നം ഇടണം. ഫോർത്ത് വൺ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്.
A sentence that expresses a strong feeling is an exclamatory sentence. തീവ്രമായ ഒരനുഭൂതിയെ പ്രദർശിപ്പിക്കുന്ന വാചകമാണ് ആശ്ചര്യവാചകം. എക്സാമ്പിൾ, വാട്ട് എ ലവ്ലി ബേർഡ് ദ കോക്ക് ഈസ്. പൂവൻ കോഴി എത്ര മനോഹരമായ ഒരു പക്ഷിയാണ്. ഫിഫ്ത്ത് വൺ, ഒബ്ജക്റ്റീവ് സെൻറ്റൻസ്. എ സെൻറ്റൻസ് ദറ്റ് എക്സ്പ്രസ് എ വിഷ് ഓർ ഡിസയർ ഈസ് കോൾഡ് ആൻ ഒബ്ജക്റ്റീവ് സെൻറ്റൻസ്. ഒരു ആശംസ അഥവാ ഒരാഗ്രഹത്തെ കാണിക്കുന്ന വാചകമാണ് ആശംസാവാചകം. എക്സാമ്പിൾ, ലോങ് ലിവ് അവർ പ്രൈം മിനിസ്റ്റർ. നമ്മുടെ പ്രധാനമന്ത്രി നീണാൽ വാഴട്ടെ. We can go to the next topic. Next topic is subject, predicate and object. Subject. The part of a sentence that denotes the person or things and closely related to the predicate is called the subject. ഒരു വാചകത്തിൽ നാം ഒരാളെയോ വസ്തുവിനെയോ പറ്റി പ്രതിപാദിക്കുന്നതും ക്രിയയോട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നതുമായ ഭാഗമാണ് സബ്ജക്റ്റ്. ഒരു വാചകത്തിലെ സബ്ജക്റ്റ് കണ്ടുപിടിക്കുവാൻ പ്രെഡിക്കേറ്റിനോട് ആർ അല്ലെങ്കിൽ എന്ത്, ദാറ്റ് മീൻസ് ഹൂ ഓർ വാട്ട് എന്ന് ചോദിച്ചാൽ മതി. അതിനു കിട്ടുന്ന ഉത്തരമായിരിക്കും സബ്ജക്റ്റ്. പ്രെഡിക്കേറ്റ്. The part of a sentence that tells or does anything of the subject is the predicate. സബ്ജക്റ്റിൻ്റെ പ്രവർത്തനത്തെ പറ്റി പറയുന്ന ഭാഗമാണ് predicate. Object. The person or thing on whom or which is the reflection of the action of the subject is the object. സബ്ജക്റ്റിൻ്റെ പ്രവർത്തനത്തിന് വിധേയമായ വ്യക്തിയോ വസ്തുവോ ആണ് ഒബ്ജക്റ്റ്. ഒരു വാചകത്തിലെ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുവാൻ പ്രെഡിക്കേറ്റിനോട് ആരെ അല്ലെങ്കിൽ എന്തിനെ, ദാറ്റ് മീൻസ് ഹും ഓർ വാട്ട് എന്ന് ചോദിച്ചാൽ മതി. ചില കൽപ്പനാവാചകങ്ങളിൽ ആക്യ അസ്പഷ്ടമായിരിക്കും. എക്സാമ്പിൾ, കം ഹിയർ, സ്റ്റാൻഡ് അപ്പോൺ ദ ബെഞ്ച്. ഇവയിൽ ആക്യ യു അസ്പഷ്ടമാണ്. എന്നാൽ ചില വാചകങ്ങളിൽ ആഖ്യാതങ്ങൾക്ക് രണ്ട് കർമ്മങ്ങൾ ഉണ്ടാകും. എക്സാമ്പിൾ, ഹി ഗേവ് മീ എ ബുക്ക്. അവൻ എനിക്കൊരു പുസ്തകം തന്നു. ഇതിൽ ബുക്ക് എന്നത് പ്രധാന കർമ്മവും മീ എന്നത് അപ്രധാന കർമ്മവുമാണ്. വാചകങ്ങളിൽ പ്രാധാന്യം കുറഞ്ഞ കർമ്മം ആദ്യവും പ്രാധാന്യമേറിയത് പിന്നീടുമാണ് വരേണ്ടത്. ഇംഗ്ലീഷിലെ വാചകങ്ങളിൽ സാധാരണയായി സബ്ജക്റ്റ് ആഖ്യ ആദ്യമായിരിക്കുമെങ്കിലും എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. താഴെ എഴുതിയ വാചകങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, വേർ ഈസ് യുവർ ഹൗസ്. സെക്കൻഡ് വൺ, വാട്ട് ഈസ് യുവർ മാറ്റർ. തേർഡ് വൺ, ഹൂ ആർ യു. ഇവയിൽ ഓരോന്നിനും ആദ്യം കാണുന്ന വേർ, വാട്ട്, ഹൂ എന്നിവയല്ല ഹൗസ്, മാറ്റർ, യു എന്നിവയാണ് സബ്ജക്റ്റ്. ഒരു വാചകത്തിലെ സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ് എന്നിവയോട് ചേർന്ന് നിൽക്കുന്ന ചില വാക്കുകളോ ഉണ്ടായിരിക്കും. ഇവയിൽ സബ്ജക്റ്റിനോടോ ഒബ്ജക്റ്റിനോടോ ചേർന്ന് നിൽക്കുന്നവയെ എൻലാർജ്മെൻറ്റ്സ് എന്നും പ്രെഡിക്കേറ്റിനോട് ചേർന്ന് നിൽക്കുന്നവയെ എക്സ്റ്റൻഷൻസ് എന്നും പറയുന്നു. എക്സാമ്പിൾ, ടു ഹോണർ പോരിയൂസ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് റിട്ടേൺഡ് ഓൾ ടെറിട്ടറീസ് ബിലോങ്ങിങ് ടു ഹിം. പുരുഷോത്തമനെ ബഹുമാനിക്കാൻ മഹാനായ അലക്സാണ്ടർ അയാളുടെ വക സകല പ്രദേശങ്ങളും അയാൾക്ക് തിരിച്ചു കൊടുത്തു. ഇവിടെ അലക്സാണ്ടർ സബ്ജക്റ്റും റിട്ടേൺഡ് പ്രെഡിക്കേറ്റും ടെറിട്ടറീസ് പ്രെഡിക്കേറ്റിൻ്റെ എക്സ്റ്റൻഷനും ദ ഗ്രേറ്റ് എന്നത് സബ്ജക്റ്റിൻ്റെ എൻലാർജ്മെൻറ്റും ബിലോങ്ങിങ് ടു ഹിം എന്നത് ഒബ്ജക്റ്റിൻ്റെ എൻലാർജ്മെൻറ്റുമാണ്. താഴെ എഴുതിയ വാചകത്തിൽ സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ് എന്നിവയും അവ ഓരോന്നിൻ്റെയും വിശേഷണങ്ങളും പട്ടിക വരച്ച് എഴുതുക. The clever monkeys on the tree took away from the basket the sleeping merchant's cap one by one. മരത്തിന്മേലുണ്ടായിരുന്ന കൗശലക്കാരായ വാനരന്മാർ ഉറങ്ങിക്കൊണ്ടിരുന്ന കച്ചവടക്കാരൻ്റെ കൊട്ടയിലുള്ള തൊപ്പികളെല്ലാം ഓരോന്നോരോന്നായി എടുത്തു കൊണ്ടുപോയി. ഈ ബോക്സ് ശ്രദ്ധിക്കൂ. ഇത് സബ്ജക്റ്റ് മങ്കിയാണ്. എൻലാർജ്മെൻറ്റ്, സബ്ജക്റ്റിലെ എൻലാർജ്മെൻറ്റ്. ദ ക്ലവർ ഓൺ ദ ട്രീ, പ്രെഡിക്കേറ്റ്, ടുക്ക്, പ്രെഡിക്കേറ്റിലെ എക്സ്റ്റൻഷൻ, away one by one from the basket, object, caps, attribute, the sleeping merchants. We can go to the topic phrases. A group of words which make some sense though incomplete is called a phrase. They do not contain
ഫിനിറ്റ് വെർബ്സ് ആശയമുണ്ടെങ്കിലും അത് പരിപൂർണമല്ലാത്ത വാക്കുകളുടെ കൂട്ടത്തിന് ഫ്രേസ് എന്ന് പറയുന്നു. ഇവയിൽ പൂർണ്ണ ക്രിയകൾ ഉണ്ടായിരിക്കുകയില്ല. എക്സാമ്പിൾ, ഇൻ ദ ഈസ്റ്റ്, കിഴക്കുഭാഗത്ത്. ഇൻ എ കോർണർ, ഒരു മൂലയിൽ. ഓഫ് ദ റിവർ, പുഴയുടെ. തനിച്ചു നിൽക്കുവാൻ കഴിയുന്ന ചില ഫ്രേസസ് ഉണ്ട്. ഇവയെ അബ്സല്യൂട്ട് ഫ്രേസസ് എന്ന് പറയുന്നു. എക്സാമ്പിൾ, ഗോഡ് വില്ലിംഗ് വി ഷാൽ മീറ്റ് ടുമാറോ. ദൈവം അനുവദിച്ചാൽ നമുക്ക് നാളെ കാണാം. ഇവിടെ വില്ലിംഗ് എന്നതിന് സ്വയമായ ഒരു അർത്ഥപുഷ്ടിയുണ്ട്. അഡ്ജക്റ്റീവ് ഫ്രേസുകൾക്കും ആഡ്വേർബ് ഫ്രേസുകൾക്കും പകരം അഡ്ജക്റ്റീവ്സും ആഡ്വേർബ്സും ഉപയോഗിക്കാം. ഫ്രേസസ്, വൺസ് അപ്പോൺ എ ടൈം, അതിൻ്റെ വൺ വേർഡ് ഫോർമർലി. കൂടാതെ ഈ ബോക്സ് ശ്രദ്ധിച്ചു നോക്കണം. ഹാവിങ് ദ കളർ ഓഫ് ഗോൾഡ്, ഗോൾഡൻ. വിത്തൗട്ട് ഇൻഹാബിറ്റൻസ്, അൺഇൻഹാബിറ്റഡ്. നേറ്റീവ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ. ഓഫ് ഗ്രേറ്റ് വെയ്റ്റ്, ഹെവി. അറ്റ് ദ പ്ലേസ്, ദർ. Just now, presently. Without any writing, blank. In a brave manner, bravely. At a great speed, fastly. Of low cost, cheap. Now we are stopping this video. Thank you.